ദില്ലി കേരള ഹൗസിൽ ബോർഡിനെ ചൊല്ലി തർക്കം. മുഖ്യമന്ത്രി വി ഡി സതീശനെ സ്വാഗതം ചെയ്തുള്ള ബോർഡ് മറച്ച് ഇടത് സംഘടനകൾ ബോർഡ് സ്ഥാപിച്ചതിനെ ചൊല്ലിയാണ് വാക്കേറ്റമുണ്ടായത്. ഇടത് സംഘടനാ നേതാവിനെ സസ്പെൻഡ് ചെയ്യുന്നതിന് പിന്നാലെയാണ് ബോർഡ് സ്ഥാപിച്ചത്. YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിനന്ദ്, അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് തർക്കത്തിന് കാരണം അഭിനന്ദ്? റിജിത്ത്, ഇപ്പോൾ അസിസ്റ്റന്റ് റെസിഡന്റ് കമ്മീഷണറാണ് ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ഇത് മാറ്റാനുള്ള കാരണം? ഇതിന് മാറ്റം, അതായത് ഒരു സംഘടന ഒരു ഫ്ലെക്സ് വയ്ക്കുമ്പോൾ അതിന് മാറ്റിന് പിന്നിൽ ഞാൻ ആർക്കും റൈറ്റ് നോ ഐ വിൽ നോട്ട് ബി ഗിവിംഗ് ബൈറ്റ്സ് ടു എനിബഡി. റിജിത്ത്, ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് കേരള ഹൗസിൽ അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തിച്ചേരും. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ചന്ദ്രൻ ആ ദൃശ്യങ്ങളെല്ലാം കൃത്യമായി നമുക്ക് കാണിച്ചു തരും. ഇതായിരുന്നു ജനപ്രിയ മുഖ്യമന്ത്രിക്ക് സ്വാഗതമെന്ന് കേരള NGO അസോസിയേഷൻ കേരള ഹൗസ് ന്യൂഡൽഹിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഫ്ലെക്സ് വയ്ക്കുന്നു. അതിന് തൊട്ടടുത്തായിട്ട് മറ്റ് ഫ്ലെക്സ് വി ഡി സതീശനെ സ്വാഗതം ചെയ്തുകൊണ്ട് മറ്റ് ചില ഫ്ലെക്സുകൾ കൂടിയുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു പ്രശ്നം ഈ കേരള ഹൗസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അന്യായമായി ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ഇവിടുത്തെ ജയപ്രകാശ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പുനീത് കുമാർ എന്ന റെസിഡന്റ് കമ്മീഷനെതിരെ വ്യാപകമായ പ്രതിഷേധം കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന ഇടതു സംഘടന ഉയർത്തുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ വരുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഫ്ലെക്സ് വയ്ക്കുന്നു. അതിനകത്ത് അവർ ചൂണ്ടിക്കാണിച്ചത്, എനിക്ക് തോന്നുന്നു ദൃശ്യങ്ങളിൽ അത് കൃത്യമായി കാണാൻ സാധിക്കും. റെസിഡന്റ് കമ്മീഷണർ നടപടികളിൽ കടുത്ത പ്രതിഷേധം, അന്യായമായി സസ്പെൻഡ് ചെയ്ത ഈ നിലപാടിനോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. റെസിഡന്റ് കമ്മീഷണറെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഫ്ലെക്സ് ആണ് ഇടത് സംഘടനാ നേതാക്കൾ ഇവിടെ വെക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഫ്ലെക്സിന് മുന്നിൽ ഇത്തരത്തിലേക്കുള്ള ഫ്ലെക്സ് വയ്ക്കാൻ സാധിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വലിയ പ്രതിഷേധം ഉയരുന്നതും. ആദ്യഘട്ടത്തിൽ ഇവിടെ നിന്ന് എടുത്തു മാറ്റുന്ന സാഹചര്യമുണ്ടായി. പിന്നാലെയാണ് അടുത്ത ആ ഫ്ലെക്സ് വീണ്ടും സ്ഥാപിക്കുവാൻ വേണ്ടി ഇടത് സംഘടനാ നേതാക്കൾ എത്തുന്നു. അസിസ്റ്റന്റ് റെസിഡന്റ് കമ്മീഷണറായിട്ടുള്ള അശ്വതി എത്തി സെക്യൂരിറ്റിക്ക് നിർദ്ദേശം നൽകുകയാണ്. ഈ ഫ്ലെക്സ് ഇവിടെ വെക്കാൻ സാധിക്കില്ല, അത് റെസിഡന്റ് കമ്മീഷണറുടെ നിർദ്ദേശമാണ്. ഇതിന് പിന്നാലെയാണ് ഇടത് സംഘടനകൾ വലിയ പ്രതിഷേധവുമായി എത്തുകയും ആ സമയത്ത് ARC ഇവിടെ എത്തിയ ആ ഘട്ടത്തിൽ ഈ ഇടത് സംഘടന വെച്ചിരുന്ന ഫ്ലെക്സ് എടുത്ത് കേരള ഹൗസിന്റെ പിൻവശത്തേക്ക് മാറ്റുകയായിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഫ്ലെക്സിന് മുന്നിൽ മറ്റ് ഫ്ലെക്സ് വെക്കാൻ അനുവദിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിഷേധം അവസാനം ARC ഇടപെടുന്നു. ARC ഇടപെട്ടതിന് പിന്നാലെ മിനിറ്റുകൾക്കിപ്പുറം കേരള ഹൗസിൽ നിന്ന് ആ ഫ്ലെക്സ് എടുത്ത് മാറ്റുകയായിരുന്നു. പുനീത് കുമാർ എന്ന റെസിഡന്റ് കമ്മീഷണറോടാണ് തങ്ങളുടെ എതിർപ്പെന്നും അത് ശക്തമായ വിയോജിപ്പാണെന്നും ഒരു കാര്യവുമില്ലാതെയാണ് ഈ ഉദ്യോഗസ്ഥർ, അസിസ്റ്റന്റ് ലൈസൺ ഓഫീസറാണ്, ഒപ്പം തന്നെ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന് ഡൽഹി ഘടകത്തിന്റെ കൺവീനർ കൂടിയായി പ്രവർത്തിക്കുന്ന ആളിനെ അനധികൃതമായി സസ്പെൻഡ് ചെയ്തു, അന്യായമായി പുറത്താക്കിയെന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് വലിയ പ്രതിഷേധമാണ് കേരള ഹൗസിൽ കുറച്ച് ദിവസമായി തുടരുന്നത്. റെസിഡന്റ് കമ്മീഷണർക്കെതിരെ ശക്തമായി തന്നെ ഇടത് സംഘടനാ നേതാക്കൾ രംഗത്തെത്തുന്നു. അങ്ങനെ ദില്ലിയിലേക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തുന്ന ഈ ഘട്ടത്തിലാണ് ഫ്ലെക്സുമായി ഇടത് സംഘടനകൾ അത് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് വരുന്നതും. ആദ്യഘട്ടത്തിൽ ഇവിടുന്ന് മാറ്റുന്നു. ചെറിയ വാക്കേറ്റം മാത്രമായിരുന്നു ഉണ്ടായത്. പിന്നീട് കേരള ഹൗസിലെ കൂടുതൽ ജീവനക്കാരെത്തുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും വാക്കേറ്റത്തിനൊടുവിൽ ബോർഡ് വെക്കുന്ന ഒരു പുതിയ കാര്യമല്ല. പക്ഷേ സാധാരണ നിലയിൽ ഒരു ബോർഡ് മറച്ചുകൊണ്ട് മറ്റൊരു ബോർഡ് വെക്കുക എന്നുള്ളതൊന്നും സാധാരണ ഉണ്ടാവുന്ന കാര്യമല്ല. ഇതൊരു പ്രകോപനത്തിലേക്ക് മനഃപൂർവ്വം പോയതാണോ YS അഭിനന്ദ്? പ്രകോപനത്തിലേക്ക് മനഃപൂർവ്വം പോയതാണോ എന്നത് കൃത്യമായി ഇപ്പോഴും അറിയില്ല. കാരണം ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് മുഖ്യമന്ത്രി വി ഡി സതീശന്, ഞാൻ ഒന്നും കൂടി ദൃശ്യം കൃത്യമായി കാണിച്ചു തരാം. മുഖ്യമന്ത്രി വി ഡി സതീശന് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലെക്സാണ് ഈ കാണുന്നത്. ഏതാണ്ട് ഈ ചെടി നിൽക്കുന്ന ഈ ഭാഗത്താണ് ആ കറുത്ത ബോർഡുള്ള ഫ്ലെക്സ്. എനിക്ക് തോന്നുന്നു ദൃശ്യത്തിൽ കാണാമെന്ന് അവിടെ വയ്ക്കുന്നു. ആദ്യഘട്ടത്തിൽ ജീവനക്കാർ സ്ഥലത്തേക്ക് എത്തുന്നു. ഈ ഫ്ലെക്സ് ഇവിടെ വെക്കാൻ സാധിക്കില്ല എന്ന് കർശനമായിട്ട് നിർദ്ദേശം. ഒടുവിൽ വാക്കേറ്റത്തിനൊടുവിൽ മറ്റു പ്രശ്നങ്ങളിലേക്ക് നീങ്ങണ്ട എന്ന് കരുതി ഇത് എടുത്തു മാറ്റുകയായിരുന്നു. അതിനുശേഷം അപ്പോഴും വാക്കേറ്റം വീണ്ടും തുടർന്നു. ഇങ്ങനെ മുഖ്യമന്ത്രി വി ഡി സതീശനെ പോലെ ഒരാൾ പുതുതായി ഇവിടെ എത്തുന്ന സ്ഥലത്ത് ഇങ്ങനെ എന്ത് ഫ്ലെക്സ് വെക്കണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധം അത് ഈ NGO അസോസിയേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിൽ നിന്നും മാറാൻ തയ്യാറായില്ല ഇടത് സംഘടനാ നേതാക്കൾ. വീണ്ടും ആ ഫ്ലെക്സ് ഇവിടെ YS അഭിനന്ദ് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ദില്ലി കേരള ഹൗസിലാണ് ബോർഡിനെ ചൊല്ലി തർക്കമുണ്ടായത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം അവിടേക്ക് എത്താൻ പോവുകയാണ്.
അതിനിടെ വി ഡി സതീശനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു ബോർഡ് അവിടെ ഉണ്ടായിരുന്നു. ആ ബോർഡ് മറച്ച് ഇടത് സംഘടനകൾ ബോർഡ് സ്ഥാപിച്ചതിനെ ചൊല്ലിയാണ് ചെറിയ വാക്കേറ്റമുണ്ടായത്. ഇടത് സംഘടനാ നേതാവിനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് ബോർഡ് സ്ഥാപിച്ചത്. അതാണൊരു തർക്കത്തിലേക്ക് വഴിവെച്ചിരിക്കുന്ന. YS അഭിനന്ദ് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.